വയനാട് വാഗേരിയിലെ ജനങ്ങൾ കടുവ ഭീതിയിലാണ്. ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവ എത്തിയതോടെ പലരും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാറക്കാട്ട് സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് വൈകുന്നേരം കൂട് സ്ഥാപിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, ഒരു കർഷകന്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കർഷകർക്ക് വീണ്ടും ഭീഷണിയായി കടുവാ ശല്യം അവിടെ വാഗേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം പശുവിനെ ആക്രമിക്കുന്നു. ഈ കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഈ വാഗേരി സിസിയിൽ ഭീതി വിധിച്ച കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. ഉടനെ തന്നെ ഈ കടുവ കുടുങ്ങുന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് വാഗേരി സിസിയിൽ ഈ പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നത്. ഞാറയിൽ ശ്രീധരന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെയായിരുന്നു തൊഴുത്തിൽ വെച്ച് ഈ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം വീണ്ടും ഈ തൊഴുത്തിൽ എത്തുകയായിരുന്നു. ഇവിടെ നിലവിൽ വനംവകുപ്പിന്റെ 10 ക്യാമറകൾ ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറയിലാണ് വീണ്ടും ഈ കടുവ എത്തുന്നത് ദൃശ്യം പതിഞ്ഞത്. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ ഈ കടുവ ഈ കൂട്ടിൽ കുടുങ്ങുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നിലവിലുള്ളത്. അതേസമയം ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. ക്ഷീരകർഷകരാണ് കൂടുതലായിട്ടുമുള്ളത്. തോട്ടം മേഖലയാണ് കൂടുതലും. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ പ്രധാനമായും പറയുകയാണെങ്കിൽ കാപ്പിത്തോട്ടങ്ങളാണ്. ഇപ്പോൾ നിലവിൽ കാപ്പി പറിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ കടുവ ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കാപ്പി കർഷകരും വലിയ പ്രതിസന്ധിയിലാണ്. പ്രധാനമായും ഈ വാഗേരി സിസി അതുപോലെ തന്നെ മറ്റുള്ള മുണ്ടക്കൈ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗ ആക്രമണം നേരത്തെ മുതലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഒരു പെൺകടുവയെ ഈ പ്രദേശത്ത് നിന്നും പിടികൂടിയിരുന്നു വനംവകുപ്പ്. അതിനുശേഷം അതിനെ ബത്തേരിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ നിലവിൽ ഈ കടുവ പരിചരണ കേന്ദ്രത്തിൽ നിലവിൽ 7 കടുവകളാണുള്ളത്. നിലവിൽ അവിടെ എല്ലാം ഫില്ലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ കർഷകനെ ആക്രമിച്ച കടുവയെ നേരെ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടിയാൽ തന്നെ എവിടെ പാർപ്പിക്കും എന്നുള്ള കാര്യത്തിലും നിലവിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആ കർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇവിടെ ഇപ്പോൾ, അതായത് പശുവിനെ ആക്രമിച്ച കടുവയെ പിടികൂടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടോ? ഈ കടുവയെയും വെടിവെച്ച് കൊല്ലണമെന്നാണോ നാട്ടുകാരുടെ ആവശ്യം? സാധാരണ നരഭോജി കടുവകളെ വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കർഷകരുടെ ജീവന് പോലും അത് ഭീഷണിയാകൂലേ? തീർച്ചയായിട്ടും നിലവിൽ കർഷകരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളും വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. നേരത്തെ ഈ വനംവകുപ്പ് ആദ്യമേ ക്യാമറകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുകയും പിന്നീട് കൂട് വെക്കാനുള്ള ഒരു സാങ്കേതികത്വം നമുക്ക് ഉത്തരവ് കിട്ടുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഇതിനെ ഈ പരിസരത്ത് വീണ്ടും കടുവയുണ്ടോ എന്ന് കൃത്യമായി കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കൂട് വെക്കാനുള്ള അനുമതി പോലും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ക്യാമറയിൽ കുടുങ്ങിയ കടുവ നേരത്തെ ആക്രമിച്ചതാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് തൊഴുത്തിന് ചേർന്നുള്ള പ്രദേശത്ത് ഇപ്പോൾ കൂട് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ പെട്ടെന്ന് തന്നെ ഈ കടുവ കുടുങ്ങുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പുമുള്ളത്. വ്യക്തമാണ്. ജിൻസാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ കടുവയെ പിടികൂടിയാലും ഒരുപക്ഷെ കർഷകരുടെ ആശങ്കയ്ക്ക് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ഈ മലയോര മേഖലയിലെ കർഷകരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഇതൊരു പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ കർഷകരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റ്